Now we discuss the Schwarz reflection principle. So if a function f of z is analytic over some region including the real axis. So that is the first point. If the function is analytic over some region including the real axis, and f of z is real when z is real. So when these two conditions are satisfied, then f star of z is equal to f of z star. The conjugate of the function f of z is equal to the function of z star, complex conjugate of z. So this is what is called Schwarz reflection principle. So for this principle, two conditions are to be satisfied. The function should be analytic in some region including the real axis, and when z is real, f of z is also real. So then f star of z is equal to f of z star. So now we are going to prove this. So for that, we expand the function f of z about some non-singular point x0 on the real axis. So we know that function is analytic over some region including the real axis. We can expand f of z about some non-singular point x0 on the real axis. Suppose we have a point x0 here, we expand it using Taylor series. So f of z is equal to summation n goes from 0 to infinity z minus z0 എന്ന് എഴുതാം. നമ്മൾ z0 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ x0 എന്ന് എഴുതാം. z minus x0 whole raised to n fn of z0 ക്ക് പകരം x0 by n factorial. So this is our equation number 1. So we have seen that the f of z, the function f of z is analytic at the point z equal to x0. So then the Taylor series expansion exists, and we have seen the second condition is that f of z is real when z is real. So f of x0 should be real. x0 എന്ന് പറഞ്ഞ റിയൽ പോയിന്റ് ആണ്. അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ f of x0 റിയൽ ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഫംഗ്ഷൻസിന് മാത്രമാണ് ഷ്വാസ് റിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ വാലിഡ് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ f of z ഈക്വൽ ടു z സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന് അത് കണ്ടീഷൻ ഓക്കെയാണ്. പക്ഷെ f of z ഈക്വൽ ടു i ഇൻറ്റു z സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമുക്കറിയാം x0 റിയൽ ആണെങ്കിലും f of x0 i ഇൻറ്റു x0 സ്ക്വയർ ആയിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ഇത് പറ്റില്ല. ഈ രണ്ടാമത്തെ കണ്ടീഷൻ വാലിഡ് ആവുന്ന കേസായിരിക്കും. f of z is real when z is real. So f of x0 റിയൽ ആണ്. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ്സും ഓട്ടോമാറ്റിക്കലി റിയൽ ആയിരിക്കണം. So fn of x0 must be real for all n. Nth derivative of the function at the point x0 is real for all n. So now this z minus x0 whole raised to n എന്ന് പറയുന്നത് നമുക്കതിനെ g of z എന്ന് വിളിക്കാം. z minus x0 whole raised to n. അപ്പോൾ ഇത് ബൈനോമിയൽ സീരീസ് വെച്ച് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ x0 റിയൽ ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷനൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ g സ്റ്റാർ ഓഫ് z എന്തായിരിക്കും എന്ന് നോക്കാം. അതായത് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ എക്സ്പാൻഷൻ അറിയാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് z raised to n plus nc1 into z raised to n minus 1 into minus x0 അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിന് g സ്റ്റാർ ഓഫ് z എന്ന് പറയുന്നത് അതിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് അല്ലേ, z minus x0 raised to n whole conjugate. ഇതിൽ ബൈനോമിയൽ സീരീസ് വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ സെഡിൻ്റെയും x0ൻ്റെയും ടേംസ് വരുന്നുണ്ട്. സെഡിൻ്റെ പവർ ഇങ്ങനെ n minus 1 ഇങ്ങനെ കുറഞ്ഞു വരുന്നു, x0ൻ്റെ പവേഴ്സ് ഇങ്ങനെ കൂടി വരുന്നു സീരീസിൻ്റെ ടേംസ് വരുമ്പോൾ. അപ്പോൾ
എക്സ് നോട്ട് റിയൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിന് കോഞ്ചുഗേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സെഡിൽ മാത്രമാണ് ഈ കോഞ്ചുഗേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ സെഡ് സ്റ്റാർ മൈനസ് എക്സ് നോട്ട് ഹോൾ റേസ് ടു എൻ എന്ന് എഴുതാം. അതായത് ദിസ് ഇസ് നത്തിങ് ബട്ട് ജി ഓഫ് സെഡ് സ്റ്റാർ. ജി ഓഫ് സെഡ് ഇതാണെങ്കിൽ സെഡിന് പകരം സെഡ് സ്റ്റാർ എഴുതിയതാണ്. ഒരു ബൈനോമിയൽ സീരീസിന് ഇങ്ങനെ തന്നെയാണ് വരിക. സോ ദിസ് ഇസ് അവർ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് എന്ത് ചെയ്യണം? കോഞ്ചുഗേറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ബൈനോമിയൽ സീരീസിന്റെ കേസിൽ വി ക്യാൻ സീ ദാറ്റ് the complex conjugate of a function g is the function of the complex conjugate if x naught is real. Okay. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1ന്റെ കോഞ്ചുഗേറ്റ് കാണാം. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കണ്ടു, എഫ് ഓഫ് സെഡ് ഇസ് സമ്മേഷൻ എൻ goes from 0 to infinity z minus x0 whole raised to n fn of x divided by n factorial. ഈ fn of x നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഇത് റിയൽ ആണ്. കാരണം എഫ് ഓഫ് എക്സ് നോട്ട് റിയൽ ആയതുകൊണ്ട് അതിൻ്റെ nth ഡെറിവേറ്റീവ് റിയൽ ആണ്, n ഫാക്ടോറിയൽ റിയൽ ആണ്. ഈ ടേം എല്ലാം റിയൽ ആണ്. ഇതിൽ ഇമാജിനറി വരുന്നത് ഈ പാർട്ടാണ്. എഫ് ഓഫ് സെഡ് സ്റ്റാർ കാണും. എഫ് ഓഫ് സെഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സെഡ് എടുത്ത് ജസ്റ്റ് സെഡ് സ്റ്റാർ ആക്കിയാൽ മതി. സോ സമ്മേഷൻ എൻ ഗോസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി സെഡിന് പകരം സെഡ് സ്റ്റാർ മൈനസ് എക്സ് നോട്ട് ഹോൾ റേസ് ടു എൻ എഫ് എൻ ഓഫ് എക്സ് നോട്ട് ബൈ എക്സ് നോട്ട് ആണ്, എക്സ് അല്ല, എഫ് എൻ ഓഫ് എക്സ് നോട്ട് ബൈ എൻ ഫാക്ടോറിയൽ. പക്ഷെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 വെച്ചിട്ട് കണ്ടു, ഇതാ ഈ സെഡ് സ്റ്റാർ മൈനസ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് സെഡ് മൈനസ് എക്സ് നോട്ട് ഹോൾ റേസ് ടു എൻ അതിൻ്റെ കോഞ്ചുഗേറ്റ് ആണ്. അപ്പം ഇതിന് നമുക്ക് സമ്മേഷൻ എൻ ഗോസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി സെഡ് മൈനസ് എക്സ് നോട്ട് ഹോൾ റേസ് ടു എൻ കോഞ്ചുഗേറ്റ് ഫ്രം ഇക്വേഷൻ നമ്പർ 1. ഇനി എഫ് എൻ ഓഫ് എക്സ് നോട്ട് ബൈ എൻ ഫാക്ടോറിയൽ. അതിൻ്റെ റിയൽ ആയതുകൊണ്ട് അതിൻ്റെ കോഞ്ചുഗേറ്റും അതും ഒന്നാണ്. Okay, this is actually this value is equal to its conjugate. അപ്പോൾ ഈ ഇത് രണ്ടും കോഞ്ചുഗേറ്റ് ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരുമിച്ച് കോഞ്ചുഗേറ്റ് ആയിട്ട് എഴുതാം. സമ്മേഷൻ എൻ ഗോസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി സെഡ് മൈനസ് എക്സ് നോട്ട് ഹോൾ റേസ് ടു എൻ എഫ് എൻ ഓഫ് എക്സ് നോട്ട് ബൈ എൻ ഫാക്ടോറിയൽ. ഇതിൻ്റെ മുഴുവൻ കോഞ്ചുഗേറ്റ് ആണ് വരുന്നത്. ഈ കോഞ്ചുഗേറ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം, സമ്മേഷന് പുറത്തും ദസ് എ ഹോൾ ഒരു കോഞ്ചുഗേറ്റ് ആണ് വരുന്നത്. ഈ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ട എഫ് ഓഫ് സെഡ് ആണ്. ഇതിന് കോഞ്ചുഗേറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് എഫ് ഓഫ് സെഡിന് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എഫ് സ്റ്റാർ ഓഫ് സെഡ്. സോ വി ഗോട്ട് എഫ് ഓഫ് സെഡ് സ്റ്റാർ ഇസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ഓഫ് സെഡ്, അല്ലെങ്കിൽ തിരിച്ചു പറയാം f star of z is equal to f of z star. So നമ്മൾക്ക് കാണാൻ പറ്റും this proof is valid within the circle of convergence. അപ്പോൾ circle of convergence എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും. Now consequence of this Schwarz reflection principle. f star of z f of z star ആണെന്ന് കണ്ടു. ഇനി f star of z star, z-ന് പകരം z star കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? എഫ് ഓഫ് സെഡിന് പകരം സെഡ് സ്റ്റാർ, പിന്നെ ഈ സ്റ്റാറും വരും സെഡ് സ്റ്റാർ. സോ ദാറ്റ് ഇസ് എഫ് ഓഫ് സെഡ്. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എഫ് സ്റ്റാർ ഓഫ് സെഡ് സ്റ്റാറും എഫ് ഓഫ് സെഡ് സ്റ്റാർ എന്ന് പറയുന്നത് എഫ് സ്റ്റാർ ഓഫ് സെഡും ആയിരിക്കും, പ്രൊവൈഡഡ് ദി ഷ്വാസ് condition for the Schwarz reflection principle is valid. That is, f is analytic over some region including real axis and f of z is real when z is real. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഇങ്ങനെ സപ്പോസ് നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഉണ്ട്. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി. യു എന്ന് പറയുന്നത് എക്സ് കോമ വൈയുടെ ഫംഗ്ഷൻ ആയിരിക്കും, പ്ലസ് ഐ വി എക്സ് കോമ വൈ. ശ്വാസ് റിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ട് നമ്മൾ കണ്ടു എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എഫ് സ്റ്റാർ ഓഫ് സെഡ് സ്റ്റാറിന് ഇക്വൽ ആണ്. അപ്പോൾ എഫ് സ്റ്റാർ ഓഫ് സെഡ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ആദ്യം സെഡിന് കോഞ്ചുഗേറ്റ് കൊടുക്കണം.
അതായത് യു ഓഫ് സെഡിന് പകരം സെഡ് സ്റ്റാർ എക്സ് കോമ മൈനസ് വൈ, എന്നിട്ട് പ്ലസ് ഐ വി എന്നുള്ളിടത്ത് മൈനസ് ഐ വി ഓഫ് എക്സ് കോമ മൈനസ് വൈ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പം അതുപോലെ ഇതിൻ്റെ കോഞ്ചുഗേറ്റ്, ഇത് എഫ് ഓഫ് സെഡ് ആണെങ്കിൽ എഫ് ഓഫ് സെഡ് സ്റ്റാർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും നമുക്കറിയാം. എഫ് ഓഫ് സെഡ് സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എഫ് സ്റ്റാർ ഓഫ് സെഡ് കാണാം, യു മൈനസ് ഐ വി, അതായത് യു ഓഫ് എക്സ് കോമ വൈ മൈനസ് ഐ വി ഓഫ് എക്സ് കോമ വൈ. ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് സ്റ്റാർ. എഫ് ഓഫ് സെഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ യു സെഡ് സ്റ്റാറിൻ്റെ ഫംഗ്ഷനാണ് എക്സ് കോമ മൈനസ് വൈ പ്ലസ് ഐ വി എക്സ് കോമ മൈനസ് വൈ. സോ ദീസ് ടു ആർ ഈക്വൽ ആൻഡ് ദീസ് ടു ആർ ഈക്വൽ. അപ്പോൾ ഇതൊരു റിഫ്ലക്ഷൻ പോലെയാണ്, അതുകൊണ്ടാണ് ഇതിന് ഷ്വാസ് റിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് സെഡ് ഇസ് ഇത് റിയൽ ആക്സിസിൽ അനാലിറ്റിക് ആണ്. അതുപോലെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് റിയൽ ആകുമ്പോൾ എഫ് ഓഫ് സെഡും റിയൽ ആകും, കാരണം ഇതൊരു സിമ്പിൾ ഫംഗ്ഷൻ ആണ്. സെഡ് ഈക്വൽ ടു 5 ആകുമ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് സെഡ് സ്റ്റാർ കണ്ടുപിടിക്കാം. എഫ് ഓഫ് സെഡ് സ്റ്റാർ എന്തായിരിക്കും? സെഡിന് പകരം സെഡ് സ്റ്റാർ. എഫ് സ്റ്റാർ ഓഫ് സെഡ് ആണെങ്കിലോ ഇതിൻ്റെ ആസ് എ ഹോൾ കോഞ്ചുഗേറ്റ്, സെഡിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ സെഡ് സ്റ്റാർ. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കണ്ടു. ഇനി എഫ് സ്റ്റാർ ഓഫ് സെഡ് സ്റ്റാർ, എഫ് ഓഫ് സെഡ് സ്റ്റാർ കണ്ടിട്ട് അതിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് അല്ലേ, എഫ് ഓഫ് സെഡ് സ്റ്റാറിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് ഇത് വരുന്നത്, അതായത് സെഡ് സ്റ്റാർ സ്റ്റാർ, ദാറ്റ് ഇസ് സെഡ് എഫ് ഓഫ് സെഡ്. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസിന് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഫോർ എക്സാമ്പിൾ, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ വൈ ഇൻറ്റു 2x പ്ലസ് 1. ഇതൊരു അനാലിറ്റിക് ഫങ്ഷനാണ്. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി എഫ് ഓഫ് ഇസഡ് സ്റ്റാർ കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് സെഡ് സ്റ്റാർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സെഡ് ഉള്ളിടത്ത്, സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് കോമ വൈ, എക്സ് പ്ലസ് ഐ വൈ ആണ്, സെഡ് സ്റ്റാർ ആക്കണം. എക്സ് കോമ മൈനസ് വൈ ആക്കണം, എക്സ് മൈനസ് ഐ വൈ ആക്കണം. അപ്പോൾ എവിടെ വൈ വന്നോ വി ഹാവ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് മൈനസ് വൈ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് ഓഫ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് I into minus y 2x plus 1. So this is equal to x square plus x plus 1 minus y square minus iy into 2x plus 1. So now f star of z, f star ഇതാണ് f of z, അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ we have to replace I with മൈനസ് ഐ അല്ലേ, ഇതാണ് ഇതിൻ്റെ റിയൽ പാർട്ട്. യു പ്ലസ് ഐ വി ആണ്, അതിനെ യു മൈനസ് ഐ വി ആക്കുക, ഐ ഉള്ളിടത്ത് മൈനസ് ഐ ആക്കുക. എഫ് സ്റ്റാർ ഓഫ് സെഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ എന്നുള്ളിടത്ത് മൈനസ് ഐ വൈ ഇൻറ്റു 2x plus 1. So we can see that f of z star equal to f star of z when the function is analytic in some region including the real axis, and f of x naught is real when f of z is real when z is real. ഇതുപോലെ നമുക്ക് എഫ് സ്റ്റാർ ഓഫ് സെഡ് സ്റ്റാറും കാണാം. ആദ്യം നമുക്ക് എഫ് സ്റ്റാർ ഓഫ് സെഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് സ്റ്റാറിൻ്റെ കോഞ്ചുഗേറ്റ് ആണ്. എഫ് ഓഫ് സെഡ് സ്റ്റാർ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുക എന്നുള്ളത്, അതിന് ഐ ഉള്ളിടത്ത് മൈനസ് ഐ ആക്കുക. അപ്പോൾ എഫ് ഓഫ് സെഡ് സ്റ്റാറിൽ ഐ ഉള്ളിടത്ത് മൈനസ് ഐ ആയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് വൈ സ്ക്വയർ, അവിടെ ഓൾറെഡി എഫ് ഓഫ് സെഡ് സ്റ്റാറിൽ മൈനസ് ഐ ആണുള്ളത്, മൈനസ് ഐ വൈ ആണത്, പ്ലസ് ഐ വൈ ആക്കാം.
plus iy into 2x plus 1. So this is nothing but f of z. അതും നമ്മൾ പ്രൂവ് ചെയ്തു. So getting to Schwarz reflection principle, if a function is analytic in over some region including real axis, then f star of z is equal to f of z star, and f star of z star is equal to f of az. So there is another condition so that this is true, that is f of z is real, then z is real. അപ്പോൾ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആണെങ്കിൽ Schwarz റിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ ആ റീജിയനിൽ ട്രൂ ആയിരിക്കും. എഫ് ഓഫ് z star is equal to f star of z, and f star of z star is equal to f of z. Okay, and we have already seen that this relation is true only for analytic functions, and this is a proof within the circle of convergence. So now we define what is a circle of convergence. So inside the circle of convergence, the series or the function converges, and outside the circle of convergence, the series diverges. For example, consider the series f of z is equal to summation n goes from 0 to infinity an z to the power n. So the convergence of the series can be checked by using the ratio test, and we have seen that an plus 1 by an modulus an plus 1 by an is less than 1. അപ്പോൾ ഈ സീരീസിൻ്റെ സം ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം n കൂടുന്തോറും z ഗ്രേറ്റർ ദാൻ വൺ ക്വാണ്ടിറ്റി ആണെങ്കിൽ z ടു ദി പവർ n ഇൻക്രീസ് ചെയ്യും. അപ്പോൾ an ഡിക്രീസ് ചെയ്യണം. അപ്പോൾ z ടു ദി പവർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് an സ്മോൾ വാല്യൂ ആയി കഴിഞ്ഞാൽ മാത്രമേ ആ സീരീസിൻ്റെ സമ്മ് ഒരു ഫൈനൈറ്റ് വാല്യൂ ആവുള്ളൂ. അതായത് n പ്ലസ് വൺത്ത് ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ് ബൈ nth ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ് ലെസ് ദാൻ 1 ആയിരിക്കണം. അതായത് n പ്ലസ് വൺത്ത് ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് nth ടേമിൻ്റെ കോഎഫിഷ്യൻറ്റിനേക്കാളും സ്മോളർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ z ടു ദി പവർ n വരെ, അവിടെ z ടു ദി പവർ n പ്ലസ് 1. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫൈനൈറ്റ് വാല്യൂ ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് an 0 ആവണം. a ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആവണം. ഒന്നുകിൽ z ടു ദി പവർ n സ്മോളറായിട്ട് മാറണം. z ഫ്രാക്ഷൻ ആയി കഴിഞ്ഞാൽ z ടു ദി പവർ n എന്ന് പറയുന്നത് സ്മോളർ വാല്യൂ ആയിരിക്കും. അതാണ് കണ്ടീഷൻ ഫോർ കൺവേർജൻസ് ഓഫ് ദി സീരീസ് ഇസ് ദാറ്റ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി an z ടു ദി പവർ n ടെൻസ് ടു 0. ഇത് 0 ആവണം എങ്ങനെയെങ്കിലും. n ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ ഇത് നോൺ സീറോ ആണെങ്കിൽ അങ്ങനെയുള്ള ഇൻഫിനിറ്റ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആകും. ഇത് ഈ സീരീസ് ഒരു ഫൈനൈറ്റ് വാല്യൂ അല്ലെങ്കിൽ കൺവേർജൻ്റ് ആവണമെങ്കിൽ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി an z ടു ദി പവർ n 0 ആവണം. അപ്പോൾ ഇതൊരു ഗ്രേറ്റർ ദാൻ 1 ക്വാണ്ടിറ്റി ആണെങ്കിൽ an ടെൻസ് ടു 0 ആവണം. ഇനി നമുക്കറിയാം ഫ്രാക്ഷൻസിൻ്റെ പവേഴ്സ്, ഇപ്പോൾ 0.5ൻ്റെ സ്ക്വയർ അതിനേക്കാളും സ്മോളാണ്. അങ്ങനെ അതിൻ്റെ nth പവർ എന്ന് പറയുന്നത് ടെൻസ് ടു 0. അപ്പോൾ ഫ്രാക്ഷൻസ് ആണെങ്കിൽ an ഫൈനൈറ്റ് ആയാലും കുഴപ്പമില്ല. എനിവേ an z ടു ദി പവർ n goes to 0 for n tends to infinity. So for sufficiently high value of n, modulus an z to the power n less than 1 ആയിരിക്കും. ഇത് ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് 0 ആണ്. For a sufficiently high value of n, an modulus an z to the power n should be less than 1. Large n. Okay, high value of n. So ഇവിടെ നമുക്ക് മോഡ് z to the power n less than 1 over mod an എന്ന് എഴുതാം. മോഡ് an റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. മോഡ് z is less than 1 over രണ്ടിടത്തും nth റൂട്ട് എടുക്കുക. an raised to 1 over n. അപ്പോൾ ഇത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ മോഡ് z is less than
mod an raised to minus 1 by n. Now, if a circle of radius capital R is considered such that R is equal to limit n tends to infinity mod an raised to minus 1 over n. അതായത് ഈ ക്വാണ്ടിറ്റി ആസ് n tends to infinity ആ റേഡിയസ് വരുന്ന ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് mod z is less than or equal to r അല്ലേ. ഇതാണ് ആസ് n tends to infinity ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക r ആയിട്ട് എടുക്കുക. ആൻഡ് ഇഫ് യു കൺസിഡർ എ സർക്കിൾ ഹാവിങ് ദാറ്റ് റേഡിയസ് then mod z is less than or equal to r. So the radius of convergence does not exceed the limit mod an limit n tends to infinity mod an raised to minus 1 over n. So this acts as the radius of convergence, and the circle having this radius is called the circle of convergence. So clearly in the circle mod z less than or equal to r. So the function converges within the circle, and outside the circle the function diverges. So the radius of convergence r is limit n tends to infinity modulus an raised to minus 1 over n. So this is the radius of convergence. So the function converges within the circle of convergence. Circle of convergence is a circle having radius equal to radius of convergence. Okay. So for example, consider now we can do some example. Find the radius of convergence of the series summation n goes from 0 to infinity z to the power n by n factorial. So we know that r is limit n tends to infinity modulus an raised to minus 1 over n. ഇവിടെ എ എൻ എന്ന് പറയുന്നത് 1 over n ഫാക്ടോറിയൽ ആണ്. ഈ സീരീസ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എൻ ഗോസ് ഫ്രം 0 to infinity എ എൻ സെറ്റ് ടു ദി പവർ എന്ന ഫോമിലാക്കുമ്പോൾ എ എൻ ഇസ് ഈക്വൽ ടു 1 over n ഫാക്ടോറിയൽ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് n tends to infinity 1 over n factorial by minus 1 over n. അപ്പോൾ ഇത് 1 over n ഫാക്ടോറിയൽ ആണ്. അത് ഈ മൈനസും ഈ 1 ഓവറും വരുമ്പോൾ ഇത് ലിമിറ്റ് n tends to infinity n ഫാക്ടോറിയൽ മുകളിൽ വരും റേസ് ടു 1 over n. ഓക്കെ, ഇത് 1 by this വരും. അപ്പോൾ n ഫാക്ടോറിയൽ ന്യൂമറേറ്ററിലേക്ക് പോകും. സോ ഇനി n ഇൻഫിനിറ്റി ആക്കുവാണ്. അപ്പോൾ ഈ n ഫാക്ടോറിയൽ ഇൻഫിനിറ്റി ആവും. ഇൻഫിനിറ്റി റേസ് ടു 1 over ഇൻഫിനിറ്റി അല്ലേ. 1 over ഇൻഫിനിറ്റി പറഞ്ഞാൽ 0 ആണ്. ഇൻഫിനിറ്റി റേസ് ടു 0 ഇസ് 1. സോ ദി റേഡിയസ് ഓഫ് കൺവെർജൻസ് ഇസ് 1. അപ്പോൾ ആ പെർട്ടിക്കുലർ സീരീസിന് മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന റീജിയനിലാണ് ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ 1 ഈ സീരീസ് ഡൈവേർജ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സീരീസ് നോക്കാം. സമ്മേഷൻ എൻ ഗോസ് ഫ്രം 0 to infinity z to the power n. ഇവിടെ എ എൻ എന്ന് പറയുന്നത് 1 ആണ്. ഏത് ടേമിനും എ എൻ 1 ആണ്. സോ ദി റേഡിയസ് ഓഫ് കൺവെർജൻസ് ആർ ഇസ് ലിമിറ്റ് n tends to infinity എ എൻ 1 ആണ്. എ എൻ raised to minus 1 over n. Okay, limit n tends to infinity 1 raised to minus 1 by n. Okay, limit n tends to infinity 1 over 1 to the power 1 by n. ഇത് ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ പ്ലസ് 1 by n. ഓക്കെ, അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഇനി എന്നിന് ഇൻഫിനിറ്റി കൊടുക്കുക. 1 ഡിവൈഡഡ് ബൈ 1 റേസ് ടു 1 by ഇൻഫിനിറ്റി. 1 by ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. സോ 1 ഡിവൈഡഡ് ബൈ 1 raised to 0. So 1 raised to 0 എന്ന് പറയുന്നത് 1 ആണ്. എനിത്തിങ് raised to 0 is 1.
So 1 divided by 1 is 1. So this is the radius of convergence here. So the series converges when mod z less than or equal to 1. So this is the radius of convergence. So if we construct a circle having radius 1, so inside the circle the series converges, and outside circle the series diverges. So that is the circle of convergence. അപ്പോൾ നമ്മൾ ഒരു particular series in the Taylor series expansion chamber, inside the circle of convergence the series converges, and outside the circle of convergence the series diverges. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഷ്വാസ് റിഫ്ലക്ഷൻ പ്രിൻസിപ്പിളിൻ്റെ പ്രൂഫും ചെയ്യുന്നത് വിത്തിൻ ദി സർക്കിൾ ഓഫ് കൺവെർജൻസ് ആണ്. ഓക്കെ. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് സർക്കിൾ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. So the series converges within the circle of convergence, and outside it the series diverges. Okay, thank you.